വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന വേളയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വേദിയിൽ അവസരം കൊടുത്തതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിലിതാ പുതിയൊരു ട്വിസ്റ്റ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുൾപ്പെടുത്തി ലിസ്റ്റ് അയച്ചത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് ആകെ വെട്ടിലായി. സ്റ്റേജിൽ നേരത്തെ വന്നിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ റിയാസ് മന്ത്രി കുറച്ചൊന്നുമായിരുന്നില്ല അധിക്ഷേപിച്ചതും പരിഹസിച്ചതും. ആരും ക്ഷണിക്കാതെ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ വന്നിരുന്നു എന്ന മട്ടിലായിരുന്നു റിയാസിന്റെ അധിക്ഷേപ വാക്കുകൾ. മന്ത്രി വാസവൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരും സംസ്ഥാന മന്ത്രിമാരും എം.പിമാരും എം.എൽ.എമാരും മേയറും പ്രതിപക്ഷ നേതാവും ഒപ്പം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെട്ട ലിസ്റ്റാണ് തങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചത് എന്ന് വാസവൻ പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ വേദിയിലിരിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക എന്നുകൂടി വാസവൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉൾപ്പെടുത്തി അയച്ചിരുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയാണോ അതോ മന്ത്രി വാസവനാണോ കള്ളം പറയുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഉയർന്നിരിക്കുന്നത്. CPM സൈബർ അണികളും കോൺഗ്രസുകാരും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെതിരെ നടത്തിയ പരിഹാസങ്ങളും ട്രോളുകളും വീഡിയോ പുറത്തു വന്നതോടെ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. റിയാസ് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. കള്ളം പറഞ്ഞത് ആരാണ് എന്ന് റിയാസിനെങ്കിലും മനസ്സിലായിരിക്കണം.